അങ്ങനെ നീണ്ട ഒരു മാസത്തെ സെൻസസ് ദൗത്യത്തിന് ശേഷം ഞങ്ങളുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ എല്ലാ ഫയലും എല്ലാ ഡേറ്റയും സബ്മിറ്റ് ചെയ്തു. ഇത് എടുക്കാനുള്ള കാരണം കുറച്ച് ആളുകളോട് നന്ദിയും കടപ്പാടും ഉണ്ട്. എനിക്ക് കിട്ടിയത് വീർപ്പാട് ഏരിയ ആണ്. നല്ല ശാന്തസുന്ദരമായ ഗ്രാമം. വലിയ കുന്നുകളോ മലകളോ ഒന്നും ദൈവാനുഗ്രഹത്താൽ ഇല്ലായിരുന്നു, മഴയുടെ ബുദ്ധിമുട്ടുകളല്ലാതെ. അപ്പോൾ ഇത് ജൂലൈ 16-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഞാൻ ഈ ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതേ ഭയങ്കര ത്രില്ലില്ല. ഇന്ന് ഞാൻ എൻ്റെ സെൻസസിൻ്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് കഴിയും, എൻട്രി ചെയ്ത് കഴിയും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ കുറച്ച് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ആ കാണുന്ന വീട്ടിലാണ്. നോക്കുമ്പോൾ അവിടെ ഒരു പട്ടി നടയെ കിടക്കുന്നു. പിന്നെ അങ്ങോട്ട് കയറാനുള്ള ഒരു ധൈര്യം എനിക്കില്ല, അവിടെ ആരും കാണുന്നുമില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും കൂട്ടി ഇപ്പുറം വരാന്നൊക്കെ വിചാരിച്ചതാ, നടക്കണു. അങ്ങനെ ഉച്ച കഴിഞ്ഞു. അവിടെ ഒരു കടയുടെ സൈഡിൽ കുറച്ച് പൂച്ചക്കുട്ടികളെ കണ്ടു. അവരെ കണ്ടപ്പോൾ എന്തോ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ അവിടെയുള്ള അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നമ്മുടെ ഇഷ ടീ ഷോപ്പ്, നമ്മുടെ സുജാത ചേച്ചിയുടെയും ചേട്ടൻ്റെയും കടയാണ്. ഇതുപോലെ നല്ല ചൂട് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നാരാ അവിടെ കയറാതിരിക്കുക. നല്ല രണ്ട് മനുഷ്യന്മാര് ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ഇങ്ങനെ തൂക്കി വെക്കുമ്പോൾ എനിക്ക് ഷോൾഡറിന് വേദന എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിതിവിടെ വെച്ചോട്ടെ, എനിക്ക് ഇനി ഒരു 40 വീട് കൂടി കയറിയാൽ ഏകദേശം കഴിയും, 35-40 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പോൾ ഞാനിത് വന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുജാത ചേച്ചിയുടെ കയ്യിൽ ബാഗൊക്കെ കൊടുത്തു. ഞാൻ അവിടെ നിന്ന് ബുക്കും എഴുതേണ്ട നമ്മുടെ മാർക്കർ പെന്നൊക്കെ മാത്രം എടുത്ത് ഫോണും എടുത്ത് പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ ഇന്നെന്തായാലും തീർക്കണമല്ലോ, അതാണ് മനസ്സിൽ. അങ്ങനെ അവിടുന്ന് വീണ്ടും പ്രയാണം തുടർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ പട്ടിയുള്ള വീട്ടിൽ ചേട്ടാ ഒന്ന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചതാ. ഒരു ചേട്ടൻ എൻ്റെ കൂടെ വരുന്ന, ആ ചേട്ടൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേട്ടനെയും കൂട്ടി ഞാൻ ആ വീട്ടിൽ പോയി. നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിധത്തിൽ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെയുള്ള ടീച്ചർ കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോയി. എന്തായാലും സഹായിക്കാൻ വന്ന ആ ചേട്ടന് ഒരുപാട് നന്ദി. അങ്ങനെ പിന്നെ ടീച്ചർ വന്നു, ഞാൻ വീട്ടിൽ പോയി, ടീച്ചറിനെ കണ്ടു. ഇതാണ് കേട്ടോ ടീച്ചർ, ബിന്ദു ടീച്ചർ. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ചിലവരെ കണ്ടിട്ട് നമുക്കൊരു ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യില്ലേ, അതുപോലെ നല്ലൊരു ടീച്ചർ. ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് പിരിഞ്ഞു. പിന്നെ എനിക്ക് ഒരു അത്ഭുതം തോന്നിയത്, എന്തായാലും സെൻസസ് ഡ്യൂട്ടിക്ക് ടീച്ചർമാർ വരും, അപ്പോൾ ആളില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചതാ. ഒരു ചേച്ചി അവിടെ ഫോൺ നമ്പറും ചേച്ചിയുടെ വീട്ടു നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി. ഞാൻ അവിടെ ഒരു താങ്ക് യു ഒക്കെ എഴുതി വെച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. കാരണം ഇന്നെനിക്ക് തീർക്കണമല്ലോ, അതായിരുന്നു ഓട്ടപ്പാച്ചിലിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഇന്ന് തീർക്കണം. എവിടെ തീരാനാണ്, വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന് ഞാൻ ഏകദേശം തളർന്നിട്ടുമുണ്ട്. ഇരുട്ടാകാൻ തുടങ്ങുന്നു. നമ്മുടെ കൂടെ വേറെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ നടക്കുന്നേ. ആ ഭാഗത്തേക്കാണെങ്കിൽ അധികം വീടുകളും ഇല്ല. ഇതിപ്പോൾ കല്ലറപ്പള്ളി റോഡാണ്. അപ്പം അങ്ങനെ നടന്നു വന്ന് എനിക്ക് തോന്നുന്നു ഒരു 7 മണി ആയപ്പോഴത്തേക്കും ഞാൻ ടൗണിൻ്റെ അവിടെ എത്താനായി. അവിടെ എത്തിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇനി ആ ടൗണിൽ കുറച്ച് വീടുകളുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് വെച്ച് ഞാൻ അവിടെ ലാസ്റ്റ് വീടല്ല, ഒരു 4-5 വീട് ഇപ്പറേ ഞാൻ എത്തിയപ്പോൾ കുറച്ചുകൂടി ഇരുട്ടായി. 7:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെയുള്ളത് ഒരു കള്ള് ഷാപ്പാണ്. അപ്പോൾ ഇവരാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം. എനിക്കിത് പറയണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആഗ്രഹം തോന്നിയത് ഇവരെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. അപ്പോൾ 7:30 ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലൊരു മോൻ്റെ വീട്ടിൽ ഞാൻ കയറി. അവിടെ അവൻ്റെ പേരൻസ് ഇല്ലായിരുന്നു, ഇവർ സ്കൂൾ കഴിഞ്ഞ് വന്നതാ. അപ്പോൾ ഇരുട്ടാവാനായി. ഇനിയുള്ളത് കള്ളുഷാപ്പാന്ന് പറഞ്ഞു അടുത്തത്. അപ്പം നമ്മൾ ഈ കള്ളുഷാപ്പിൽ പോയിട്ടൊന്നുമില്ല, ഒന്നാമത് നാടറിയില്ല, ആരും അറിയില്ല, ഒന്നാമത് സമയം ഇതാണ്. അപ്പം എനിക്ക് ഒരു ഭയങ്കര വിഷമം. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു ഇവരോട് പറഞ്ഞു, മോനേടാ ഒരാളെൻ്റെ കൂടെ വാടാ. അപ്പം ഇവൻ്റെ ഒരു ഫ്രണ്ട് അശ്വന്ത്, അതുൽ, ഷാമിലിനെ വാവാന്ന് വിളിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു അവൻ. അപ്പം ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം അശ്വന്താന്ന് തോന്നുന്നു അങ്ങോട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ആരോ ഒരാളെൻ്റെ കൂടെ വരാവോ, എനിക്കൊന്ന് ഇങ്ങനെ കള്ള് ഷാപ്പിലൊന്ന് പോയിട്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തീരുമല്ലോ, അപ്പം എനിക്കിതും കൂടി അങ്ങ് കയറി ഇരുട്ടത്ത് കയറുവാണെങ്കിൽ ഇത് കഴിഞ്ഞല്ലോ, പിന്നെ ആ വഴിക്ക് എനിക്ക് പിന്നെ വരണ്ടല്ലോ. ഞാനത് ചോദിച്ചേ ഉള്ളൂ കേട്ടോ. ആ കുട്ടികൾക്ക് ഒരു മടിയില്ലാണ്ട് ആ കുട്ടികൾ അവർ 3 പേരും, അതുല്, അശ്വന്ത്, ഷാമില് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെ
അവർ 3 പേരും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ കളർ ഷാപ്പിന് അവിടെ പോയി. പിന്നെ അവിടെ കെട്ടിട നമ്പറിൻ്റെ ഒക്കെ നോക്കി വരുമ്പോഴത്തേക്കും പിന്നെ ഇരുട്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അന്ന് പിരിഞ്ഞു. അന്ന് പിരിയുമ്പോൾ എനിക്ക് തോന്നുന്ന സമയം ഞങ്ങൾ 8 മണിയാവാനായി. ആ 8 മണിയാവാനായ സമയത്തിന് എനിക്ക് ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 5 മിനിറ്റ് താഴേക്ക് നടന്നിട്ട് അവിടെയാണ് കാറ് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര ദൂരം ആ ടൗണിൽ കൂടെ ആ ഇരുട്ടത്ത് നടന്നു പോകണം. അപ്പോൾ ഇരുട്ടാണല്ലോടാന്ന് പറഞ്ഞതേ ഉള്ളൂ. അശ്വന്തിൻ്റെ സൈക്കിൾ ഷാമിലിന് കൊടുത്തു. വാവ എന്നിട്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് താഴെ വണ്ടിയുടെ അരികെ വരെ വന്നു. ആ സൈക്കിൾ കൊണ്ട് എൻ്റെ കൂടെ തന്നെ നടന്ന് മെല്ലെ അവനത് മെല്ലെ ചവിട്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ വണ്ടി എടുത്ത് പോയതിന് ശേഷമാണ് വാവ തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയും എനിക്കൊരു സഹായം ചെയ്ത എൻ്റെ മക്കള്, അവരെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കണം തന്നെ വിചാരിച്ചത്. അബ്ദുൽ, അശ്വന്ത്, ഷാമിൽ, ഒരുപാട് നന്ദി. ഇതിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് അർഹിക്കുന്നത് അവരുടെ രക്ഷിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ്. 2 കുട്ടികൾ വെളിമാനം സ്കൂളിലെയും 1 കുട്ടി ആർളം സ്കൂളിലെയും വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരുപാട് നന്ദി അവർക്കെല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അവർ ഈ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന അവരുടെ അധ്യാപകർക്കും എല്ലാം ഒരുപാട് നന്ദി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ. ഒരുപാട് നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അന്നുകൊണ്ട് തീർക്കാന്ന് വിചാരിച്ചത് നടന്നില്ല. ജൂലൈ 17 അന്നാണ് എനിക്ക് ചെറിയൊരു പണി കിട്ടിയത്. ഇവിടെ ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്നു. അയ്യോ, മുഴുവൻ കാട് പിടിച്ച് ആ കെട്ടിടത്തിന് മേൽക്കൂരയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഇട്ടല്ലേ മതിയാകൂ. ഞാനൊരു കമ്പ് പോയി എടുത്ത് വന്ന് അത് കുത്തി അതിനെ ഒടിച്ച്, എനിക്ക് പേടിയായിരുന്നു അതിനകത്ത് പാമ്പുണ്ടാവുമെന്ന്. ആരും ഉപയോഗിക്കാതെ അങ്ങനെ കിടക്കല്ലേ. പിന്നെ ഞാനതൊരു കമ്പെടുത്ത് അടിച്ച് ഒരു വിധത്തിൽ അതിനകത്ത് പേരൊക്കെ എഴുതി. അങ്ങനെ അന്നുകൊണ്ട് ഞാൻ എൻ്റെ സെൻസസിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അവസാനം കംപ്ലീറ്റ് ചെയ്തത് പോസ്റ്റ് ഓഫീസിലെ വർക്കാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കാമോ, ലാസ്റ്റത്തെ സെൻസസ് ഹൗസ് അല്ലേ. അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഇഷ ടീ ഷോപ്പിൽ പോയി ചായക്കടിയൊക്കെ വാങ്ങി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അവിടെ ഒരു കണ്ടമുണ്ട്. അപ്പോൾ ആ കണ്ടത്തിന്റെ സൈഡിൽ 2 ദിവസം ഞാൻ വണ്ടി ഒതുക്കിയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചാണ്. അതിന്റെ ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ച് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ 0396 0397 2 HLBയിലെയും എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.